ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർക്കുള്ളൊരു സംശയമാണ്. ഇത് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഗ്ലൂ ആണ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഒട്ടി സ്ട്രോങ് ആയിട്ട് വരുന്നത് ഏത് ഗ്ലൂ ആണെന്നുള്ളത് ഭയങ്കര സംശയമാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് നല്ലത്, ഗ്ലൂ ഗൺ ആണോ, ഇനി B6000 ആണോ, 7000 ആണോ, ഫെവി ബോണ്ട് ആണോ, അങ്ങനെ ഏതാണെന്നുള്ള രീതിയിൽ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ ഐറ്റം യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. അതായത് നമ്മളിപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുമായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണെങ്കിൽ റേറ്റ് കുറവാണ്. പിന്നെ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര സമയം ഏകദേശം ഒട്ടുന്നതിന് വേണ്ടിയിട്ട് എടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഐറ്റംസൊക്കെ തുണികളിൽ, അതായത് ക്ലോത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒട്ടുന്നതിന് എല്ലാം ഏകദേശം ഒരേപോലെയാണ്. പിന്നെ മെറ്റലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ചെറിയൊരു എന്താ പറയുക, ഒട്ടായിക ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ഏതിനകത്താണെങ്കിലും അതെ കേട്ടോ. ഇതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ഇത് ചെയ്തിടത്തോളം ക്ലോത്തിലൊക്കെ യൂസ് ചെയ്യാൻ, അതായത് റിബൺസിലൊക്കെ യൂസ് ചെയ്യുന്നതിന് ഇതിനകത്തെല്ലാം നല്ലത് തന്നെയാണ്. പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ എന്താ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജൻറ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സാധനങ്ങൾ ഏത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. ഈ പശ വെച്ച് യൂസ് ചെയ്യുമ്പം മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ നല്ലപോലെ സ്ട്രോങ് ആയി, 10 മിനിറ്റ് അല്ലെങ്കിൽ പോലും ഒരു 2-3 മിനിറ്റെങ്കിലും നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നല്ലപോലെ ഒട്ടി വരുള്ളൂ. പിന്നെ അങ്ങനെ തന്നെയല്ല, ഒട്ടി വന്നു കഴിഞ്ഞാൽ പോലും ഓരോ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുമ്പം മിനിമം ഒരു എന്താ പറയുക, അരമണിക്കൂർ 1 മണിക്കൂർ നമ്മളത് വെച്ച് അത് നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രമേ അതൊരു കസ്റ്റമറിന് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കസ്റ്റമറിന് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളകി പോരാൻ വഴിയുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുമക്കളുടെ കയ്യിലാകുമ്പം അവർ പിടിച്ച് ഒന്ന് വലിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഇളകി പോരാൻ വഴിയുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമറിന് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ B6000 ആണെങ്കിലും 7000 ആണെങ്കിലും ഇതിൻ്റെ എന്താ പറയണേ, ഉപയോഗവും ഇതിൻ്റെ ഒട്ടുന്ന രീതി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ എന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ചെറിയൊരു വ്യത്യാസത്തിനനുസരിച്ച് ഓരോ ജനറേഷനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലത്തെ ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം സെയിം തന്നെയാണ്. ഹാർഡ്നെസ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ B7000-നേക്കാളും കൂടുതൽ കാണുന്നത് 6000-നകത്താട്ടോ. ഇത് 65 to 80 ആയാണ് കിടക്കുന്നത്. ഇതാണെങ്കിൽ 70 to 85 ആണ് കിടക്കുന്നത്. പിന്നെ ഇത് 3 മിനിറ്റ് എടുക്കും. B7000 3 മിനിറ്റാണ് ഇത് ഒട്ടാനെടുക്കുന്നത്. 6000 5 മിനിറ്റ്സോളം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1, 2, 3 വ്യത്യാസങ്ങൾ മാത്രം. കംപ്ലീറ്റ്ലി ആവാൻ വേണ്ടിയിട്ട് 24 to 28 hours. അപ്പോൾ 2 ദിവസം അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനൊക്കെ 28 ഡിഗ്രി ആണെന്ന് തോന്നുന്നു ആവറേജ് എന്നൊക്കെ പറയേണ്ടത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഏകദേശം. അതിൻ്റെ താഴെയുള്ള യൂസ്ഡ് മെത്തേഡ് അതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. B6000 എടുക്കണമെന്നോ 7000 എടുക്കണമെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഹെയർ ആക്സസറീസോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ള സാധനം എന്ന് പറയുന്നത് ഈ ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിത് പ്ലഗ് കുത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് കളർ ഉണ്ടാവും. അത് ഓണായി കഴിഞ്ഞാലാണ് ഇതിലൂടെ ഗ്ലൂ വരിക. ഇപ്പോൾ ഈ ഗ്ലൂ ഗൺ എന്ന് പറയുന്ന സാധനം ഈ ഒരു സാധനം മാത്രമായിട്ട് ഉണ്ടാവും. ഈ സ്റ്റിക്ക് നമ്മൾ വേറെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റിക്ക് വേറെ മേടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ഹോളുണ്ട്, അതിലൂടെ ഇങ്ങനെ ഇതാക്കി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് കറണ്ടിൽ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ ആ പശ വരും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ പുറത്തേക്ക് നമ്മൾ ഔട്ട് സൈഡിലൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും,
പെട്ടെന്ന് നമ്മുടെ പരിപാടി അതായത് സമയം ഒത്തിരി എടുക്കാതെ കാര്യം എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. പിന്നെ അത് പെട്ടെന്നൊന്നും ഇളകി പോരുമില്ല. പിന്നെ ഇത് ഏത് യൂസ് ചെയ്യുമ്പളും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്തിടത്തോളം ഇതേപോലത്തെ മെറ്റൽ ബോയിൽ നമ്മളിപ്പോൾ പല സാധനങ്ങളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കലൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പം ഈ ബീഡ്സ് ഈ ഫ്ലവർ ബീഡ്സൊക്കെ നമുക്ക് ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഒട്ടില്ല എന്നല്ല, പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് B6000 യൂസ് ചെയ്താലും 7000 യൂസ് ചെയ്താലും ഫെവി ബോണ്ട് യൂസ് ചെയ്താലും ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താലും ഇത് അങ്ങനെ തന്നെയാണ്. ഞാനിതെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത് ഒട്ടുമ്പോൾ പെട്ടെന്ന് ഒട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ബീഡ്സ് പോലത്തെ സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇതേപോലത്തെ ഒരു ഗിയർ വയർ വെച്ചിട്ട് നമുക്ക് ഒന്നോടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. അതായത് പെട്ടെന്ന് അഴിഞ്ഞു പോരും, ഒന്നും ഉണ്ടാവില്ല. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധയിൽ വെച്ച് കഴിഞ്ഞാൽ, ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.